കോക്രോച്ച് പാർട്ടി തരംഗമാവുന്ന കാര്യം നമ്മൾ മുമ്പും പലവട്ടം ചർച്ച ചെയ്യായിട്ടുള്ളതാണ്. കോക്രോച്ച് പാർട്ടിക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ അടക്കം ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം ഇക്കാര്യത്തിൽ ഭരണകൂടത്തിൻ്റെ നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നു എന്നതാണ് സാഹചര്യം. ഇതിനിടയിൽ BJP ക്യാമ്പിലും NDA ക്യാമ്പിലടക്കം ഇതിനെതിരെ നിലപാടെടുക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം പുതിയതായി പറയുന്നത്, ഇൻസ്റ്റാഗ്രാം പേജ് വീണ്ടെടുത്തു കോക്രോച്ച് പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. നിലവിൽ 22.4 മില്യൺ ഫോളോവേഴ്സാണുള്ളത്. ഇതിനിടെ CJPയെ എതിർക്കുന്ന കാര്യത്തിൽ NDAയിലും വിള്ളൽ വീണിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ നീക്കത്തെ എതിർക്കേണ്ടതില്ലെന്ന നിലപാടുമായി തെലുങ്കുദേശം പാർട്ടി രംഗത്തെത്തിയതാണ് NDAയിലെ പ്രതിസന്ധിക്ക് കാരണം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CJPയെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും കൗതുകമാണ്. ഒപ്പം തന്നെ പുതിയ നീക്കങ്ങൾ ഏറെ ശ്രദ്ധേയം നേടുന്നുണ്ട്. VB വിനോദ് ഉണ്ട്. വിനോദ്, സമൂഹ മാധ്യമങ്ങളിൽ അവരെ സാങ്കേതികമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. X അക്കൗണ്ടിന് നിരോധനം വീഴുന്നു. ഒപ്പം ഈ ഇൻസ്റ്റാ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നു. ഇത് തിരികെ വരികയാണോ ചെയ്തിരിക്കുന്നത്? ഒപ്പം തന്നെ NDA ക്യാമ്പിലെ ആശയക്കുഴപ്പം എന്താണ്? സൈത്ത്, വലിയൊരു മൂവ്മെൻ്റാണ് ഇങ്ങനെ ഒരു കൂട്ടം യുവാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഇൻസ്റ്റാ അക്കൗണ്ട് തിരികെ കിട്ടി എന്നാണ്, തൻ്റെ വ്യക്തിഗത അക്കൗണ്ട് തിരികെ കിട്ടി എന്നാണ് ഈ പാർട്ടിയുടെ സ്ഥാപകൻ പറയുന്നത്. അഭിജിത്ത് ദീപ്കെ. അഭിജിത്ത് ഈ ഇന്ത്യയിലില്ല, ബോസ്റ്റൺ സർവകലാശാലയിലാണ് പഠിച്ചത്, ഇപ്പോഴും US തുടരുകയാണത്. രാജ്യത്തില്ലാത്ത ഒരാളാണ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ പാർട്ടിയെ നയിക്കുന്നതും എന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു തമാശ അല്ലെങ്കിൽ ഒരു സറ്റയർ എന്നൊക്കെ ഉള്ള നിലയിൽ അവർ പറഞ്ഞു തുടങ്ങിയ ഒരു പാർട്ടിയാണെങ്കിൽ പോലും ഇതിന് ഒരു ഗൗരവ സ്വഭാവം വരുന്നുണ്ട്. കാരണം ഈ പേജ് അവസാനിപ്പിച്ചതോടുകൂടി തന്നെ അവർ വീണ്ടും നിയമപരമായ പോരാട്ടത്തിലേക്ക് പോവുകയും ആ പേജ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തുകയുമായിരുന്നു. ഇപ്പോൾ പേജ് വീണ്ടെടുക്കുമ്പോൾ അതിലെ ഫോളോവേഴ്സിലെ എണ്ണം 22.4 മില്യൺ എന്ന ഒരു കണക്കിലേക്കാണ് പോകുന്നത്. വലിയ തോതിൽ യുവാക്കൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ്. പക്ഷേ ഇതൊരു അരാഷ്ട്രീയ സംഘടനയാണ് എന്ന വാദം ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പരാമർശത്തിൻ്റെ ഭാഗം അതിനെ അടർത്തിയെടുത്ത് രാജ്യത്ത് മറ്റൊരു തരത്തിലുള്ള നീക്കമാക്കി മാറ്റുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, ഈ പറയുന്ന 22 മില്യൺ 24 മില്യൺ എന്ന കണക്കൊക്കെ വരുമ്പോൾ അത് ഇന്ത്യയിലുള്ള ആളുകൾ മാത്രമല്ല ഇത് ഫോളോ ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കാൻ, അന്തഃഛിദ്രമുണ്ടാക്കുന്നതിന് വേണ്ടി പുറത്തുള്ള രാജ്യങ്ങൾ, സമീപത്തുള്ള രാജ്യങ്ങളിലെ ആളുകൾ പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു. ഈ പേജ് ഫോളോ ചെയ്യുന്നു. ഒരു അരക്ഷിതാവസ്ഥ രാജ്യത്ത് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കുന്നു. ഈ തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് IB അടക്കം നേരത്തെ കേന്ദ്ര സർക്കാരിന് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ഈ പേജിന് വീണതും അതിപ്പോൾ വീണ്ടും വീണ്ടെടുത്തിരിക്കുന്നു എന്നതാണ്. എങ്കിൽ തന്നെയും ഇവരുടെ പ്രൊപ്പഗൻഡ എന്താണ്, അല്ലെങ്കിൽ അവരുടെ എന്താണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു വശത്ത് ഭരണഘടനയുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് ഈ കൂറുമാറ്റം നടത്തിക്കഴിഞ്ഞാൽ ജനപ്രതിനിധികളെ 20 വർഷത്തേക്ക് അയോഗ്യരാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. 50% സ്ത്രീ സംവരണം എന്നത് പാർലമെൻറ്റിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ തന്നെ നിലവിലുള്ള സീറ്റുകളിൽ 50% എന്നത് ആക്കണമെന്നതാണ്. ഇത്തരം വാദങ്ങൾ സ്വാഭാവികമായി ഉന്നയിക്കുന്നത് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന അഭിജിത്ത് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ചട്ടുകമായി ഇങ്ങനെ മാറുന്നു. അല്ലെങ്കിൽ അഭിജിത്തിൻ്റെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളാണ് എന്ന ആരോപണം BJP ഉന്നയിക്കുന്നത്. അവിടെയും NDAയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തെലുങ്കുദേശം പാർട്ടിയാണ് അങ്ങനെ ഒരു വ്യത്യസ്ത അഭിപ്രായവുമായി NDAയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അവർ പറയുന്നത് ഇത് ചെറുപ്പക്കാരുടെ ഒരു നീക്കമാണ്, എന്തിനാണ് അതിനെ എതിർക്കുന്നത്, അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്നതാണ്. ഏതായിരുന്നാലും ഈ പേജ് വന്നതിന് പിന്നാലെ പാകിസ്ഥാനിലും ഈ അവാമി ലീഗിൻ്റെ പേരിലൊക്കെ തന്നെ ഈ കോക്രോച്ച് പാർട്ടി അവിടെയും രൂപീകരിക്കപ്പെടുകയാണ്. പാകിസ്ഥാനിലും അങ്ങനെ ഒരു യുവജനങ്ങളുടെ മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയും വലിയ ചലനമുണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പായി അത് മാറുമ്പോൾ ഇന്ത്യയിൽ മാത്രമായി അത് ഒതുങ്ങുന്നില്ല. അതിൻ്റെ അനുരണനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി പോവുകയാണ്. പാകിസ്ഥാനിലും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ സജീവമാകുന്നു. അവിടെയും ഭരണകൂടത്തിനെതിരെയുള്ള ഒരു നീക്കമായി ഇത് മാറുന്നുണ്ട്. വളരെ ഗൗരവത്തോടുകൂടിയും ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. അത്ര കണ്ട് തമാശയാക്കി നമുക്ക് മാറ്റിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഏതൊരു ഘട്ടത്തിലും ഇതിലൂടെ വരുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾക്ക് നൽകുന്ന ആശയഗതികൾ അത് ഒരുപക്ഷെ ഒരു തീവ്ര സ്വഭാവമുള്ളതിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ കുഴപ്പങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. യുവാക്കൾക്ക് പറയാനുള്ള അവസരം നൽകണം, അവരുടെ മൂവ്മെൻറ്റിനെ തടയരുത് എന്ന് എല്ലാ പാർട്ടികളും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ, അദ്ദേഹവും
ഈ CJPയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? ഇത് ചെറുപ്പക്കാരുടെ ഒരു അവരുടെ ആവശ്യങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ, തെറ്റായ കാര്യങ്ങളെ എതിർക്കുമ്പോൾ എന്തിനാണ് അതിനെതിരെ വരുന്നത്? അസഹിഷ്ണുത എന്തിന് എന്ന ചോദ്യമാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. ശശി തരൂരും ഈ മൂവ്മെന്റിനെ പിന്തുണച്ചിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ വളരെ ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ CJPയുടെ മൂവ്മെന്റ്. സൈത്ത്, യെസ്, അതാണ് CJP നടക്കുന്നത്. എന്തായാലും CJPയുടെ നീക്കം എന്ത് എന്നതാണ്. BJPക്ക് അടക്കം ആശങ്കയുണ്ട് ഈ വിഷയത്തിൽ. കേന്ദ്ര സർക്കാരിനെതിരായ നീക്കമാണോ? അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. എന്തായാലും കണ്ടറിയാം ഇത് എവിടം വരെ എത്തും, എന്തൊരു പുതിയ മൂവ്മെന്റായി മാറുമോ എന്ന കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.